കുളിച്ച് കുട്ടപ്പിയായി ചോറ് കഴിക്കാനും. ഇത് രാവിലത്തേതാണോ രാത്രിയത്തേതാണോ ഉച്ചക്കത്തേതാണോ എന്ന് ചോദിക്കരുത്. സമയം 5 മണിയായി. ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അറിയാമല്ലോ, വയ്യാതെ കിടക്കുകയായിരുന്നു. നല്ല ചൂട് വറുക്കുന്ന ചോറ്, നല്ല കുടമ്പുളി ഇട്ടെന്ന് പറയാനില്ല, അയിലക്കറി, ചെറുപയറുപ്പേരി. നിങ്ങളൊക്കെ വിചാരിക്കും എന്താ എന്നും ചെറുപയർ വെക്കുന്നത്. മീൻ വറുത്തത്. എന്നും ചെറുപയർ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മകനും അരുണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേറെ വെച്ചാൽ അവർ കഴിക്കില്ല കേട്ടോ. അവരുടെ ഇഷ്ടപ്രകാരം അവർ കഴിച്ചോട്ടെ എന്നുള്ള. ചെറുപയർ നല്ലതാണല്ലോ. അപ്പം അങ്ങനെയാണ്. ചൂടാണ് ഗൈസ്. ചരക്ക് കൂട്ടി ഒരു ചായയും കുഴിയാവായിരുന്നു, മറന്നുപോയി. ഞാൻ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ്. ഇനി വെച്ചത് കൊണ്ടാണോ എന്നും അറിയില്ല. നല്ലോണം മോചിച്ചെടുത്തിട്ടുണ്ട്. പ്രേക്ഷകരെ, നിങ്ങൾക്കല്ല എൻ്റെ കുണുവാവക്ക. മീൻ കറി വെച്ചത് നോക്കട്ടെ. ചൂടുള്ള ചായ വല്ലാതെ മിസ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ. ചോറ് എന്ന് പറയുന്നത് മലയാളികളുടെ വികാരം തന്നെയാണ്. എത്ര ദിവസം നമ്മൾ ചോറുന്നാണ്ട് നിൽക്കും? ചോറ് കിട്ടാതെ ശരിയാവില്ലല്ലോ. എനിക്ക് ദിവസം ഒരു നേരം ചോറ് നിർബന്ധം കേട്ടോ. ആദ്യമൊക്കെ മീനിൻ്റെ വാല് കഴിക്കായിരുന്നു കുഞ്ഞില്. ഇപ്പം ഇഷ്ടമല്ല അപ്പം. അപ്പം ചോദിക്കും മീൻ കൂട്ടാലോ, മീനിൻ്റെ വാലിനോടാണ് ഉറപ്പ്. കാര്യമായിട്ടാണ് പറഞ്ഞത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഈ മീനിൻ്റെ വാല് കറുമുറു എന്ന് ചെല്ലിച്ച് തിന്നുകയും. എനിക്കും ഇഷ്ടമല്ല. അപ്പം ഗൈസ്, ഞാനത് ഫുള്ള് ഒന്ന് തിന്നായിട്ട് ഒരു ചായ ഇട്ട് കുടിക്കണം. എൻ്റെ ക്യാമറമാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പം എൻ്റെ ഒരു ഡേ വിശേഷം ഇത്ര തന്നെയാണ്. ഓക്കെ.